ടിക്കറ്റ് കുറെ ഉണ്ടല്ലോ. എന്താണോ കാര്യം? സെയില് വല്ലതും വന്നു കാണുമല്ലേ? നാട്ടിൽ പോവല്ലേ, ഷോപ്പിംഗ് ചെയ്ത് മനുഷ്യന്റെ ഇടപാടളയിരിക്കുക. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോയില്ലെങ്കിലേ നമ്മൾ ഫോറിൻകാർക്കെല്ലാം അതിന്റെ നാണക്കേട്. തന്റെ കടയിൽ ചെലവാത്ത ഇത്തരം സാധനങ്ങൾ കൊണ്ട് നാട്ടിൽ ചെന്ന അതിന്റെ നാണക്കേട് തനിക്കല്ല, തന്റെ ബന്ധുക്കൾക്കാ. ഏതായാലും ഫ്രീ ഇമെയിലും ചാറ്റിങ്ങും ഒക്കെ വന്നതുകൊണ്ട് പഴയതുപോലെ ഒരു പെട്ടി എഴുത്ത് പോസ്റ്റ് ചെയ്യാൻ ആരും തന്റെ കയ്യിൽ തന്നു വിടുന്നില്ലോ. അതോർത്ത് സമാധാനിക്കടോ. ഇതൊന്നും വലിച്ചു വാരി നാട്ടിൽ കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ കിട്ടുന്ന സകല സാധനങ്ങളും ഇപ്പൊ നാട്ടിൽ കിട്ടും. ഞാൻ നാട്ടിൽ പോകുമ്പോഴേ കുറച്ച് സീരിയലും കുറച്ച് ഹാൻഡ് വാഷും മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. സീരിയല് എടാ കവിയാശാനെ, പണ്ട് പ്ലാവിലെ മടക്കി ഈർക്കിൽ കുത്തി കഞ്ഞി പൊന്തിക്കൊണ്ടിരുന്ന പാർട്ടിയാ. അമേരിക്കൻ സാധനങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും അമേരിക്കൻ ഡോളർ കൊണ്ടുപോകാൻ മറക്കണ്ട, അതിനിപ്പോഴും നല്ല ഡിമാൻഡ്. അത് കറക്റ്റാ. ആദ്യം ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഡോളർ തീർന്നാൽ ആരുമില്ല. ഡോളർ നോട്ടുകൾ തീർന്നു കഴിഞ്ഞാൽ സ്ഥൂല ശരീരിയെ എന്തിനു കൊള്ളാം. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരെയും വിലക്ക് മേടിക്കാൻ പറ്റുന്ന കാശുകാരെ നാട്ടിലുണ്ട്. എന്നാലും ഓരോരുത്തന്മാർ നോക്കിയിരിക്കും നമ്മളങ്ങോട്ട് എത്താനും സംഭാവന പിരിക്കാനും. അതിന് കാരണമുണ്ടല്ലോ. എയർപോർട്ടിൽ നിന്നും കാലെടുക്കുന്നത് തുടങ്ങുമല്ലേ നമ്മുടെ സുഹൃത്ത്. ഇതൊക്കെ കാണുന്ന ആരും നമ്മുടെ കയ്യിൽ വാരിക്കോരി ചെലവഴിക്കാൻ പണം ഉണ്ടെന്നല്ലേ കരുതുള്ളൂ. ശരിയാ. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ട് പോകണമെങ്കിൽ നമ്മൾ ടാക്സി പിടിച്ചല്ലേ പോകൂ. പിന്നെ സാരിയും വേഷങ്ങളും ഒക്കെ നമ്മൾ ലോഡ് കണക്കിനല്ലേ വാങ്ങൂ. എൻ്റെ ഡാഡി ഇവിടെ ഫിഷും മീറ്റും സെയിലിൽ നോക്കി വാങ്ങിക്കുക. നാട്ടിൽ പോകുമ്പം മൊത്തം ഫിഷ് കട വാങ്ങിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വെക്കേഷനിലടാ പോയി നാട്ടിൽ പോകുന്നേ. ഇവിടെ നടുവടിഞ്ഞ് പണിയെടുക്കുന്നതിന്റെ ക്ഷീണം നാട്ടിൽ പോയി 2 ഷോപ്പിംഗ് ചെയ്യുമ്പോഴേ തീരുന്നേ. ഒന്നുമില്ലെങ്കിലും നമ്മൾ വെക്കേഷനെങ്കിലും ഒന്ന് ആനന്ദിക്കട്ടാ പോയി. ക്രെഡിറ്റ് കാർഡിൻ ബില്ലുകൾ കാണെങ്കിൽ ആനന്ദമെല്ലാം ഗോവിന്ദയാകും. വെക്കേഷൻ കിട്ടുമ്പോഴും ഡാഡി മമ്മി നാട്ടിൽ കൊണ്ടുപോകും. അമേരിക്കയിൽ ഓരോ സ്ഥലം കണ്ടിട്ടില്ല. എടാ പോയി എന്നൊക്കെ സ്ഥലം കണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ പോയിരിക്കുന്നതിൽ ആ മനസ്സുഖം വേറെ എവിടെയെങ്കിലും കിട്ടും. മനസ്സും ഒക്കെ കുറെ കൊതുകടിയും പവർ കെട്ടും 3-4 കൂട്ടം പനിയൂടെ വന്നു കഴിയുമ്പോഴല്ലോ പമ്പ കിടക്കും. പിന്നെ 2 ഹർത്താലും ബന്ധുകൂടെ ആയ വല്ലോടും ജീവനെ കൊണ്ട് തിരിച്ച് പോന്നാ മതി എന്നാകും. പണ്ടത്തെ കേരളം അല്ലടോ ഇന്നത്തെ കേരളം. നാട് എന്ന് വെച്ചാൽ നമ്മൾ പോരുന്നതിന് മുമ്പ് മനസ്സിൽ പതിപ്പിച്ച ഒരു ചിത്രമാണ്. നാട് മാറിയെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ചിത്രമാണ് നോക്കുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ഇക്കരെ നിന്നാൽ അക്കരപ്പച്ച, അക്കരെ നിന്നാൽ ഇക്കരപ്പച്ച, മധ്യേ ജലാശയം, സന്തുലനം അസംഭവ്യം.